ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു NVD ക്ലാസ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു കറണ്ട് ക്യാരിയിങ് വയറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു മനസ്സിലാക്കിയിരുന്നു. ആ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കിയിരുന്നു. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ബയോ-സവാർട്ട്സ് ലോ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുക. അപ്പോൾ അങ്ങനെ ഒരു കറണ്ട് ക്യാരിയിങ് വയർ ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു മനസ്സിലാക്കുകയും ചെയ്ത്. അങ്ങനെയാണെങ്കിൽ ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങനെ കണ്ടെത്താൻ പറ്റും? അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ ഡിസ്കഷൻ. അതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുക. പിന്നെ നമ്മൾ അടുത്ത സെഷനിൽ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ ബയോ-സവാർട്ട്സ് ലോൻ്റെ അപ്ലിക്കേഷനാണ്. ഒരു സർക്കുലാർ കറണ്ട് ക്യാരിയിങ് വയർ എടുത്തിട്ട് അതിൻ്റെ ആക്സിസിൽ എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഡിറൈവ് ചെയ്യും ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് വെച്ചാൽ വളരെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്ലാസ് ആണ്. കാരണം കുറച്ച് കൺസെപ്ഷ്യൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പരമാവധി എന്ത് ചെയ്യാം, ഒരു ഡയഗ്രാം ഒക്കെ വരച്ച് കൃത്യമാക്കി മനസ്സിലാക്കി തരാം. പിന്നെ ഞാൻ എന്ത് ചെയ്യാം, എൻ്റെ രീതിയിൽ എന്ത് ചെയ്യാം, ഞാനൊരു സർക്കുലാർ ലൂപ്പ് വയർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ കാണിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുക, ആ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിട്ട് മനസ്സിലാക്കി തരാം. അപ്പോൾ ആദ്യം നമ്മൾ ഒരു കറണ്ട് ക്യാരിയിങ് വയറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന നിയമമാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. എന്താണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ? അപ്പോൾ ഇതിൻ്റെ ഐഡിയ എത്രയേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്തിനാന്ന് വെച്ചാൽ ടു ഫൈൻഡ് മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിയിങ് വയർ. ഒരു സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിയിങ് വയറിൻ്റെ ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിക്കുക. അപ്പോൾ എന്താണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ സിറ്റുവേഷൻ ഒന്ന് പറയാം. ഇതാണ് നമ്മുടെ സിറ്റുവേഷൻ. ഒരു വയർ ഉണ്ടെന്ന് വിചാരിച്ചു, ഇതാണ് വയർ. ഈ വയറിലൂടെ ഈ ദിശയിൽ കറണ്ട് ഒഴുകുന്നത് ഒരു സ്ട്രെയിറ്റ് വയറാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എന്ത് മനസ്സിലാവും, ഇതിൻ്റെ ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും എന്ന് നമുക്ക് മനസ്സിലാവും. ഈ മാഗ്നറ്റിക് ഫീൽഡ് ദിശ എങ്ങനെയെന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഈ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ സിറ്റുവേഷൻ. അപ്പോൾ എന്താണ് ആ റൂൾ, എന്തിനാന്ന് മനസ്സിലായി. എന്തിനാണ് ഒരു കറണ്ട് ക്യാരിയിങ് വയറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതിനാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത് മനസ്സിലായി. ഇനി ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ സ്റ്റെപ്പ് അല്ലെങ്കിൽ സ്റ്റെപ്പ് എഴുതണ്ട, റൂളിന് എഴുതാം. അതാണ് റൂൾ എന്താണെന്ന് എഴുതാം, അത് കുറച്ചുകൂടെ നല്ല റൂൾ. അതിൽ ഒന്നാമത്തെ റൂൾ എന്താണെന്ന് വെച്ചാൽ ഹോൾഡ് ദ കണ്ടക്ടർ ഇൻ ദ റൈറ്റ് ഹാൻഡ്. ആദ്യത്തെ പരിപാടി എന്താണ്, നമ്മുടെ റൈറ്റ് ഹാൻഡിൽ കണ്ടക്ടറിനെ പിടിക്കുക. ഇപ്പോൾ ഇതാണ് കറണ്ട് ക്യാരിയിങ് വയർ എന്ന് വിചാരിച്ചോ, ഇതാണ് വയർ. അപ്പോൾ ഈ വയറിലൂടെ ഇങ്ങനെയാണ് കറണ്ട് ഒഴുകുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ റൈറ്റ് ഹാൻഡിൽ ആദ്യം നമ്മൾ ആരെ ഹോൾഡ് ചെയ്യും, കണ്ടക്ടറിനെ ഹോൾഡ് ചെയ്യും. അതാണ് ഫസ്റ്റത്തെ റൂള്, ഫസ്റ്റ് സ്റ്റെപ്പ് റൂളിൻ്റെ. എന്താണ്, ഹോൾഡ് ദ കണ്ടക്ടർ ഇൻ ദ റൈറ്റ് ഹാൻഡിൽ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ പിടിക്കും. എന്നിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ സെറ്റ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് along the thumb finger. എന്താണ് രണ്ടാമത്തെ, സെറ്റ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് അലോങ് ദ തമ്പ് ഫിംഗർ. തമ്പ് ഫിംഗറിന്റെ ഡയറക്ഷനിൽ നമ്മൾ ആര് സെറ്റ് ചെയ്യുക, കറണ്ടിന്റെ ഡയറക്ഷൻ സെറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ കറണ്ട് ക്യാരിയിങ് വയർ ഇതാണ്, മുകളിലേക്കാണ് കറണ്ട് ഒഴുകുന്നത്. അപ്പം നമ്മൾ ഹോൾഡ് ചെയ്ത ശേഷം നമ്മൾ ഈ ഡയറക്ഷനിൽ എന്ത് ചെയ്യുക, തമ്പ് ഇങ്ങനെ പിടിക്കുക. ഇപ്പം എന്തായി, റൂളിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പുമായി. ക്ലിയർ അല്ലേ, സെറ്റ് അല്ലേ? ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ദ fingers curl gives the direction of magnetic field around the current carrying wire. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്, ഫിംഗേഴ്സ് കേൾ gives the direction of magnetic. അപ്പോൾ ഇവിടെ ഫിംഗേഴ്സ് കേൾ gives the direction of magnetic field around current carrying wire. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ വയർ, മുകളിലേക്കാണ് കറണ്ട് ഒഴുകുന്നത്. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്തു, ഈ വയറിനെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ റൈറ്റ് ഹാൻഡിൽ ഹോൾഡ് ചെയ്തു.
എന്നിട്ട് തമ്പിൻ്റെ ഡയറക്ഷനിൽ നമ്മളല്ല കറണ്ടിൻ്റെ ഡയറക്ഷനിൽ എന്ത് ചെയ്തു, തമ്പിനെ സെറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഫിംഗേഴ്സ് കേൾ. ഇപ്പൊ നോക്കൂ, ഞാൻ ഈ ഭാഗത്തെ മാഗ്നറ്റിക് ഫീൽഡാണ് നോക്കുന്നതെങ്കിൽ നോക്കൂ, ഇത് ഇങ്ങനെ ഉണ്ടാവുക എന്ന് വെച്ചാൽ ഫിംഗേഴ്സ് കേൾ ഇങ്ങോട്ടാണ്. അപ്പോൾ ഈ ഭാഗത്ത് ഇൻറ്റു ആയിരിക്കും, ഇൻറ്റു എന്ന് പറയാം. പിന്നെ ഇത് നേരെ ഇവിടെ കയറി ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് ഇവിടുന്ന് പുറത്തേക്ക് വരും. അപ്പോൾ ഈ ഭാഗത്ത് ഇൻറ്റു ആവും, പിന്നെ അതേപോലെ തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഭാഗത്ത് ഔട്ട് ആവും. അപ്പോൾ ഇവിടെ നമ്മളത് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഭാഗത്ത് എന്താവും, ഇൻറ്റു ആവും. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ. ഈ ഭാഗത്ത് എന്താവും, ഔട്ട് ആവും, ഔട്ട്. ഞാൻ എഴുതാം ഇൻറ്റു. ഇതാണ് ഇതിൻ്റെ ഡയറക്ഷൻ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതാണ് വയറ്, റൈറ്റ് ഹാൻഡ് വെച്ചപ്പോൾ ഈ ഡയറക്ഷനിലാണ്. ഈ ഭാഗത്ത് എന്ത് ചെയ്തു, ഇങ്ങോട്ടാന്ന് മനസ്സിലായി, അകത്തേക്കാന്ന് മനസ്സിലായി. ഇവിടുന്ന് തിരിച്ച് വന്നിട്ട് ഈ ഭാഗത്ത് എന്താവും, പുറത്തേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഇവിടെ ബിയുടെ ഡയറക്ഷൻ അങ്ങോട്ടാണ്, പുറത്തേക്കാണ്. വിച്ച് മീൻസ് ഈ കറണ്ട് ക്യാരിയിങ് വയറിൽ മുകളിലേക്ക് കറണ്ട് ഒഴുകുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇത് ഇങ്ങനെ ഉണ്ടാവും. ഇതാണ് ഇതിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും, ഈ രീതിയിൽ. ഇതാണ് ബിയുടെ ഡയറക്ഷൻ. മനസ്സിലായെന്ന് വിചാരിക്കണം. ക്ലിയർ അല്ലേ? ഇതാണ് നമ്മുടെ എന്ത്, റൈറ്റ് ഹാൻഡ് തമ്പ് റൂള്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡയറക്ഷൻ ഒന്ന് റിവേഴ്സ് ചെയ്ത് നോക്കാം. കറണ്ടിൻ്റെ എന്ത് മാഗ്നറ്റിക് ഫീൽഡ് എന്താണ് സംഭവിക്കാൻ നോക്ക്. ഇപ്പോൾ ഇത്തവണ ഞാൻ എടുക്കുന്നത് വയർ ഇങ്ങനെയാണ്, കറണ്ട് ഒഴുകുന്നത് ഈ ദിശയിലാണ്, ഇതിനെ ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, റൈറ്റ് ഹാൻഡ് എടുക്കും, എന്നിട്ട് റൈറ്റ് ഹാൻഡ് ഇങ്ങനെ തംസപ്പ് പോലെ പിടിക്കും, എന്നിട്ട് നേരെ എന്ത് ചെയ്യും, ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് കറണ്ട് ഒഴുകുന്നത്, താഴത്തേക്കാണ്. അപ്പോൾ നേരെ റൈറ്റ് ഹാൻഡ് ഇങ്ങനെ ആക്കും. റൈറ്റ് ഹാൻഡ് തമ്പിനെ കറണ്ടിൻ്റെ ഡയറക്ഷനിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഇങ്ങനെ ആക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഭാഗത്തേക്ക് മാഗ്നറ്റിക് ഫീൽഡ് എന്താവും, ഇൻറ്റു ആയിരിക്കും. ഈ ഭാഗത്ത് എന്തായിരിക്കും, പുറത്തായിരിക്കും. അപ്പോൾ ഈ ഭാഗത്ത് എന്താണ്, ഇൻറ്റു ബി മാഗ്നറ്റിക് ഫീൽഡ്. ഈ ഭാഗത്ത് എന്തായിരിക്കും, ഔട്ടായിരിക്കും, ബി. ഇവിടെ ഞാൻ എഴുതുകയാണ് ബി, ഇത് ഇൻറ്റു. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെ വരിക, ഇങ്ങനെ ഉണ്ടാവുക ലൂപ്പ്. അപ്പോൾ ഈ ഭാഗത്ത് ഔട്ട്, ഈ ഭാഗത്ത് ഇൻറ്റു. അപ്പോൾ ഇത് ഇങ്ങനെയും വരിക, ഇവിടുന്ന് ഇങ്ങനെ വരും. അപ്പോൾ ഇതിന് ചുറ്റും ഇങ്ങനെ വരിക, താഴത്തേക്കാണ് കറണ്ട് ഒഴുകുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനെ പിടിക്കുക. അപ്പോൾ ഈ ഭാഗത്ത് ഇൻറ്റു, അപ്പോൾ ഇത് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഇതാണ് എന്തിൻ്റെ ഡയറക്ഷൻ. ഈ ഒരു ഡയറക്ഷനിൽ കണ്ടക്ടറിലൂടെ കറണ്ട് ഒഴുകി കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നമുക്ക് ഇങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത്, റൈറ്റ് ഹാൻഡ് തമ്പ് റൂള്. എന്ന് വെച്ചാൽ ഒരു കണ്ടക്ടർ എടുക്കുക, കറണ്ട് ക്യാരിങ് ലോ കണ്ടക്ടർ എടുക്കുക, അതിന് നമ്മൾ റൈറ്റ് ഹാൻഡിൽ ഹോൾഡ് ചെയ്യുക, തമ്പിൻ്റെ ഡയറക്ഷനിൽ ആരെ സെറ്റ് ചെയ്യുക, കറണ്ടിനെ സെറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഫിംഗേഴ്സ് കേൾ നിങ്ങൾക്ക് എന്ത് തരും, ആ വയറിൻ്റെ ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ തരും. ഇതാണ് നമ്മുടെ എന്ത്, റൈറ്റ് ഹാൻഡ് തമ്പ് റൂള്. ഇത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. എന്നാൽ നമുക്ക് അടുത്ത സെഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ദിശ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോൾ എഴുതോ. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദ ആക്സിസ് ഓഫ് സർക്കുലർ കറണ്ട് ക്യാരിയിങ് ലൂപ്പ്. ഒരു സർക്കുലർ കറണ്ട് ക്യാരിയിങ് ലൂപ്പിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ആക്സിസിൽ കണ്ടുപിടിക്കുക. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻ ആണ്. ഇത് മിക്ക എക്സാമിനും ബോർഡ് എക്സാമിനും എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിന്റെ ഐഡിയ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഒരു സർക്കുലർ കറണ്ട് ക്യാരിയിങ് ലൂപ്പ് എന്ന് വിചാരിച്ചോ. ഇതാണ് കറണ്ട് ക്യാരിയിങ് ലൂപ്പ്, സർക്കുലർ ആണ്, ഇങ്ങനെ ഉണ്ടാവുക. അപ്പോൾ ഈ ദിശയിലാണ് കറണ്ട് ഒഴുകാന്ന് വിചാരിച്ചോ. ഇതാണ് നമ്മുടെ ലൂപ്പ്, സർക്കുലർ കറണ്ട് ക്യാരിയിങ് ലൂപ്പ്. അപ്പോൾ ഈ ദിശയിലാണ് എന്തൊഴുകുന്നത്, കറണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ കയറി ഞാനിത് ഇങ്ങനെയാണ് പിടിക്കാം. ഇതാണ് ഇതിൻ്റെ ഐഡിയ. അപ്പോൾ ഇങ്ങനെയായിരിക്കും കറണ്ട് ഒഴുകുക എന്ന് വെച്ചാൽ ഇവിടുന്ന് അകത്തേക്ക്, പിന്നെ ഈ ഭാഗത്ത് നിന്ന് പുറത്തേക്ക് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സിറ്റുവേഷൻ. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എവിടെയാണ് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ ഇതാണല്ലോ നമ്മുടെ സർക്കുലർ കറണ്ട് ക്യാരിയിങ് ലൂപ്പ്. അപ്പോൾ ഞാനിത് ഇങ്ങനെ പിടിക്കുകയാണ്. ഇതിൻ്റെ സെൻറ്റർ ആണല്ലോ ഇത്. ഈ സെൻറ്ററിൽ ഒരു ആക്സിസ്, ഇതാണ് ആക്സിസ്. ഈ ആക്സിസിൽ ഞാൻ ഈ പെന്നിൻ്റെ ഈ എൻഡിലാണ് നമ്മുടെ പോയിന്റ് ഇരിക്കണമെന്ന് വിചാരിച്ചു. ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡാണ് ഞാൻ എന്ത് ചെയ്യണത്, കണ്ടുപിടിക്കുന്നത്. കറണ്ട് ഒഴുകുന്നത് ഇങ്ങോട്ടാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ സംഭവം നമ്മൾ നോക്കുന്ന സമയത്ത് 3D ആണ്. പക്ഷേ ഈ 3D സാധനം ഞാൻ ഈ 2D ബോർഡിൽ വരയ്ക്കും. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് പോരായ്മകൾ ഉണ്ടാവും. പക്ഷേ നിങ്ങൾ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാവണമെങ്കിൽ ഈ ഒരു വയറിൻ്റെ കാര്യം മനസ്സിൽ ഓർക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് കൺസെപ്ച്വലി കുറച്ച് തിങ്ക് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ വരയ്ക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സിറ്റുവേഷൻ ഞാൻ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. ഇതാണ് നമ്മുടെ വയറെന്ന് വിചാരിച്ചു. ഇത് ഇങ്ങനെയായിട്ട് ഇരിക്കുന്നത്, ഈ രീതിയിലാണ് ഇരിക്കുന്നത്, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വയറ്. ഓക്കെ ആണോ? അപ്പോൾ കറണ്ട് ഒഴുകുന്നത് ഇങ്ങനെയാണ്. ഈ ദിശയിലാണ് എന്തൊഴുകുന്നത്, കറണ്ട് ഒഴുകുന്നത്. അപ്പോൾ ഇങ്ങനെ കയറി അകത്തേക്ക് പോയി ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെൻറ്റർ. ഓക്കെ, ഈ സെൻറ്ററിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യാണ്, ഇങ്ങോട്ട് എടുക്കുകയാണ്. ഞാൻ താഴത്ത് വരിക, അല്ലെങ്കിൽ അവിടെ കൺഫ്യൂഷൻ ആവും. ഇങ്ങോട്ടാണേ. അപ്പോൾ
ഇതാണ് നമ്മുടെ സെൻറ്റർ ഞാൻ ഇങ്ങനെ എടുക്കുകയാണ്. ഇവിടെയാണ് നമ്മുടെ പോയിന്റ് എന്ന് വിചാരിച്ചു. ഇതാണ് നമ്മുടെ പോയിന്റ് പി. എത്ര അകലത്തിലാണ്? ഞങ്ങൾ വരയുടെ തന്നെ വരയ്ക്കുക, അല്ലെങ്കിൽ എക്സ് അകലത്തിലാണെന്ന് വിചാരിച്ചു ഈ പോയിന്റ് പി. അപ്പോൾ ഇവിടുത്തെ ബി ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അതാണ് നമ്മുടെ സിറ്റുവേഷൻ. അപ്പോൾ നമുക്കറിയാം ബയോ-സവാർട്സ് ലോ എന്താണ് പറയുന്നത്. കാരണം ഇത് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യം അറിയേണ്ടത് എന്താണ് ബയോ-സവാർട്സ് ലോ. എന്താണ് ബയോ-സവാർട്സ് ലോ? നമ്മൾ ഒരു കറണ്ട് ക്യാരിയിങ് വയർ എടുക്കുകയാണെങ്കിൽ ഈ വയറിലൂടെ ഇങ്ങനെ ഒരു കറണ്ട് ഐ എന്ന കറണ്ട് ഈ ദിശയിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ആണ്, ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ഭാഗത്ത് ഒരു ചെറിയ കഷ്ണം മുറിക്കും. ഡി എൽ വയറിൻ്റെ ലെങ്ത് എൽ ആണ്, പിന്നെ നമ്മൾ മുറിക്കുന്ന കഷ്ണം ഡി എൽ ആണ്. സോ ഡി എൽ കഷ്ണത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ആര് തരുള്ളൂ? ബയോ-സവാർട്സ് ലോ തരുള്ളൂ. പിന്നെ നമ്മൾ ആ ഡി എൽ കണ്ടുപിടിക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടാകുന്നത് ഡി ബി ആയിരിക്കും. ആ ഡി ബിനെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ എന്തായി, നമ്മുടെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡായി. അതാണ് ചെയ്യേണ്ട സംഭവം. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ ഡി എല്ലിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള അകലം ആറാണ്. ഡി എല്ലും ഈ ആറ് നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഡി ബിയുടെ ഇങ്ങനെ ഒരു ഇക്വേഷൻ, ഡി ബി ഈസ് ഈക്വൽ ടു μ0/4π ഐ ഡി എൽ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇതെന്തായാലും അറിഞ്ഞിരിക്കണം. ഈ ഇക്വേഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഉപയോഗിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഡി ബി ആണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സിറ്റുവേഷൻ. അപ്പോൾ ഈ സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഡി എൽ വേണം ആദ്യം. കാരണം നമുക്ക് ടോട്ടൽ വയറിൻ്റെ കറണ്ട് ക്യാരിയിങ് വയറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഒരിക്കലും ആര് തരില്ല, ബയോ-സവാർട്സ് ലോ തരില്ല. പിന്നെ എന്താ തരിക, ഒരു ഡി എൽ കഷ്ണം. പക്ഷെ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണം, ഈ വയർ സിമെട്രിക് ആണ്. സിമെട്രിക് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു ഡി എൽ കഷ്ണം മുറിക്കുകയാണെങ്കിൽ അതേപോലെ ഒരു ഡി എൽ കഷ്ണം താഴെ ഉണ്ടാവും. ഇനി ഇവിടെ ഞാൻ ഡി എൽ കഷ്ണം മുറിക്കുകയാണെങ്കിൽ അതേപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഡി എൽ ഉണ്ടാവും. ഞാൻ ഇവിടെ ഒരു ഡി എൽ കഷ്ണം മുറിക്കുകയാണെങ്കിൽ അതേപോലത്തെ ഒരു കഷ്ണം ഇവിടെ എടുക്കണം. കാരണം ഇത് ലൂപ്പാണ്. ലൂപ്പ് ആയതുകൊണ്ട് ഇവിടെ ഡി എൽ ഉണ്ടെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് ഓപ്പോസിറ്റ് ആയിട്ട് വേറൊരു ഡി എൽ ഉണ്ടാവും. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ഡി എൽ കാരണം ഉണ്ടാകുന്ന ഡി ബിയും ഈ പോയിന്റിൽ ഉണ്ടാവും, ഈ ഡി എൽ കാരണം ഉണ്ടാകുന്ന ഡി ബിയും എന്തുണ്ടാവും, ഈ പോയിന്റ് അകത്ത് ഉണ്ടാവും. ഓക്കെ അല്ലേ? അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യം ഇവിടെ ഒരു ഡി എൽ എടുക്കുകയാണ്. ഇതാണ് ഡി എൽ എന്ന് വിചാരിച്ചു. ഓക്കെ അല്ലേ? അതേപോലെ ഇവിടെ ഒരു ഡി എൽ, ചെറിയ കഷ്ണം ഡി എൽ. സെറ്റ് അല്ലേ? അപ്പോൾ കറണ്ടിന്റെ ദിശ അങ്ങോട്ടാണ്, എന്നുവെച്ചാൽ അകത്തേക്കാണ്. ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് സംഭവം. കറണ്ടിന്റെ ദിശ അകത്തേക്കാണ്, ഇങ്ങോട്ടാണ് അല്ലേ? അപ്പോൾ ഈ ഭാഗത്ത് ഞാൻ ഇവിടെയാണ് ഡി എൽ മുറിച്ചെങ്കിൽ ആ ഡി എല്ലിന്റെ ഡയറക്ഷൻ കറണ്ടിന്റെ ദിശയിലായിരിക്കും, അങ്ങോട്ടായിരിക്കും. എന്ന് വെച്ചാൽ ഞാൻ ഡി എൽ ഇവിടുന്ന് മുറിക്കുകയാണെങ്കിൽ കറണ്ട് ഇങ്ങനെയാണ്. അപ്പോൾ ഡി എൽ ഞാൻ ഇവിടെ വെക്കുന്ന സമയത്ത് ഡി എല്ലിന്റെ ഡയറക്ഷൻ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഞാനത് ഇവിടെ വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ അല്ലേ? അകത്തേക്ക് ഉണ്ടാവും. പിന്നെ ഇത് നേരെ കയറി പിന്നെ പുറത്തേക്ക് വരും. അപ്പോൾ ഡി എൽ ഈ ഭാഗത്ത് അകത്തേക്കാണെങ്കിൽ പിന്നെ ഇവിടുന്ന് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇവിടെ എത്തുമ്പോൾ ഡി എൽ പുറത്തേക്കായിരിക്കും. അപ്പോൾ ഇവിടെ താഴത്തെ ഡി എല്ലിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും, മുകളിലത്തെ ഡി എല്ലിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. ഓക്കെ അല്ലേ? അത് നമ്മളിവിടെ വരയ്ക്കും. ആ വരയ്ക്കുന്ന സമയത്ത് ഇത് 2D വരയ്ക്കുന്നതായതുകൊണ്ട് അത് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സാധനം വെച്ച് പറഞ്ഞത് ഡി എല്ലിന്റെ മുകളിലത്തെ ഡയറക്ഷൻ ഇങ്ങോട്ടും ഡി എൽ താഴത്തിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ഞാനൊന്ന് വരയ്ക്കുകയാണ്. ഇത് ഡി എൽ. ഓക്കെ, ഡയറക്ഷൻ ഡി എൽ ഇവിടെ കാണിച്ചെങ്കിൽ ഡയറക്ഷൻ ഓഫ് ഡി എൽ ഞാൻ മായ്ക്കുകയാണ്. ഡി എൽ ഇതാണ്, ഇവിടുത്തെ ഡി എൽ ഇങ്ങോട്ടും വരിക. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഡി എൽ കാരണം ഉണ്ടാകുന്ന ഡി ബി വേണമെങ്കിൽ എഴുതിക്കോ ഡി എൽ. ഈ ഡി എൽ കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെയാണ് അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡി എൽ ആയതുകൊണ്ട് ഇവിടെ ഡി ബി എൽ ഉണ്ടാവുക, ഡി ബി. ഓക്കെ അല്ലെ? ഇത് കാരണം ഉണ്ടാവുന്ന ഡി ബി ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ 2 dB ഉണ്ടാവും. ആ 2 dBയും ചേർന്നിട്ടുള്ള റിസൾട്ടന്റ്, കാരണം ഡി ബിക്ക് ഡയറക്ഷൻ ഉണ്ട്, ആ റിസൾട്ടന്റ് ആയിരിക്കും ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ തരിക. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. അപ്പൊ നമ്മൾ ആ ഇക്വേഷൻ നിർത്തി എഴുതുകയാണ്. ഡി ബി ഇസ് ഈക്വൽ ടു μ0/4π ഐ ഡി എൽ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഈ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഡി ബിയും ആറും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണെന്ന് തീറ്റ. അല്ല, ഡി ബി അല്ല, ഡി എല്ലും ആറും തമ്മിൽ ഉണ്ടാക്കുന്നത്, ഡി എല്ലും ആറും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണെന്ത്? തീറ്റ. അത് നമുക്ക് ആദ്യം ഇവിടുന്ന് മനസ്സിലാക്കണം. അപ്പൊ ഞാൻ 6 വരയ്ക്കണം. 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ഇങ്ങനെയാണ് വരയ്ക്കുക. 6 ഇങ്ങനെ, ഇതാണ് 6. നമ്മുടെ 6ആണിത്. ഓക്കെ അല്ലേ? അപ്പോൾ 6ഉം ഡി എല്ലും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണെന്ത്? ഈ തീറ്റ, അല്ലെങ്കിൽ ഇവിടെ എഴുതിയ തീറ്റ. ആ തീറ്റ എത്രയായിരിക്കും? ഞാൻ പറഞ്ഞു 90 എന്ന്, ഞാൻ പറയാണ് 90 എന്ന്. അപ്പോൾ സാർ ഇങ്ങനെ നോക്കി, സാർ എങ്ങനെ 90 കാണിച്ചു തരാം. ഇവിടെ നോക്കൂ, ഇതാണ് ഡി എൽ അല്ലേ? ഇതാണ് ഡി എൽ. ഞാൻ ഒരു പെൻ കൂടെ എടുക്കാം. ഡി എൽ ആണ് ഇങ്ങനെ, ഇതാണ് ഡി എൽ.
ഈ ദിശയാണ് ഡി എല്ലിൻ്റെ. ഓക്കെ അല്ലേ? ഇനി ആറ് ഇങ്ങോട്ടല്ലേ? അപ്പോൾ നമ്മൾ ആറ് വെക്കുന്ന സമയത്ത് ഇങ്ങനെയല്ലേ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കുക, എത്രയാണ് ആംഗിൾ വരുന്നത്? 90 അല്ലേ? അപ്പോൾ ഈ ആംഗിൾ എത്ര വരിക? 90 ആണ് വരിക. അപ്പോൾ ഡി ബി എത്ര വരിക? ഡി ബി ഈസ് ഈക്വൽ ടു μ0/4π IDL sin 90 ഡിവൈഡഡ് ബൈ r². ഓക്കെ അല്ലേ? റെഡി അല്ലേ? അപ്പോൾ r² ആണ് നമുക്ക് കിട്ടി. sin 90 എന്താണ്? 1. അപ്പോൾ ഡി ബി എത്ര കിട്ടി? ഡി ബി ഈസ് ഈക്വൽ ടു μ0/4π IDL ഡിവൈഡഡ് ബൈ r². അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡി ബി കിട്ടി. ഇനി ഞാൻ പറയട്ടെ, ഈ ഡി എൽ കാരണം ഉണ്ടാകുന്ന ഡി ബി ആണ് ഇവിടെ അല്ലെ? അതേപോലെ ഇവിടെ കഷ്ണം എടുക്കുന്ന ഇവിടെ ഈ ഒരു ഡി എൽ കാരണം ഉണ്ടാകുന്ന ഡി ബി ഇവിടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ 2 dB കൂടെ ചേർന്ന സമയത്ത് നെറ്റ് ഡി ബി അല്ലേ ഉണ്ടാവുക. അപ്പോൾ ഈ ഡി ബി മതിയാവില്ലല്ലോ. കാരണം എന്താ വരിക? ഡി ബി നെറ്റ് കണ്ടുപിടിക്കണ്ടേ? മനസ്സിലായല്ലേ? എടാ, ഈ ഡി എൽ കാരണം ഉണ്ടാകുന്ന ഡി ബി ഇവിടെ ഉണ്ടാവുമല്ലോ, അതേപോലെ ഈ ഡി എൽ കാരണം ഉണ്ടാകുന്ന ഡി ബി ഇവിടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ 2 dB ചേർന്നിട്ടുള്ള സംഭവമല്ലേ ഇവിടെ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ്, ഈ ഡി എൽ കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡും ഈ ഡി എൽ കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡും നമ്മൾ വെക്ടർ സമ്മല്ലേ. അപ്പോൾ നമ്മൾ ഇതിന് എന്ത് ചെയ്യണം? ഒന്ന് റിസോൾവ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ലൈൻ ഇങ്ങോട്ട് വരയ്ക്കണം. റിസോൾവ് ചെയ്യണമെങ്കിൽ ഇതും 6 തന്നെയാണ്, കാരണം സെൻട്രലിൽ നിന്നാണ് എടുക്കുന്നത്. ഇതാണ് ഇതിൻ്റെ റേഡിയസ് എന്ന് വിചാരിച്ചോ. ഇതിൻ്റെ റേഡിയസ് 6 വിചാരിച്ചോ വയറിൻ്റെ. ഇത് ഓക്കെ അല്ലേ? ഈ ആംഗിൾ തീറ്റയാണെന്ന് വിചാരിച്ചോ. ഈ ആംഗിളും തീറ്റ, കാരണം സെൻട്രലാണ് സെൻട്രലായതുകൊണ്ട് ഇങ്ങോട്ടും എടുക്കുന്ന ഡിസ്റ്റൻസ് സെയിം ആയതുകൊണ്ട് ഈ ആംഗിളും എന്താണ്? സെയിം ആണ്, തീറ്റയാണ്. സെറ്റ് അല്ലേ? അപ്പോൾ നമുക്ക് എന്താണ് ഇനി വേണ്ടത്? പിന്നെ ഇവിടുത്തെ ഡി ബിൻ്റെ ഡയറക്ഷൻ കാണണം. എന്ന് വെച്ചാൽ ഈ ഡി എൽ കാരണം ഉണ്ടാകുന്ന ഡി ബിയുടെ ഡയറക്ഷനും കാണണം, ഈ ഡി എൽ കാരണം ഉണ്ടാകുന്ന ഡി ബിൻ്റെ ഡയറക്ഷനും കാണണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യാണ്? നമ്മുടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിക്കുകയാണ്. അപ്പോൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കറണ്ടിൻ്റെ ഡയറക്ഷനിൽ നമ്മൾ ഫിംഗേഴ്സിനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, തമ്പ് ഫിംഗർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫിംഗേഴ്സ് നമുക്ക് എന്ത് തരും? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ തരും. അപ്പോൾ എനിക്ക് ഈ ഡി എൽ കാരണം ഉണ്ടാകുന്ന ഡി ബിൻ്റെ ഡയറക്ഷനാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഞാനിതൊന്ന് വീണ്ടും എടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ ഇവിടെയാണ് നമ്മൾ എന്ത് ഡി എൽ ഉള്ളത്. അപ്പോൾ ഇവിടെ ഐൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ് അല്ലേ? അപ്പോൾ നമ്മൾ തമ്പ് ഫിംഗർ ഇങ്ങനെ പിടിക്കാം അകത്തേക്കല്ലേ, കാരണം തമ്പിൻ്റെ ഡയറക്ഷനിൽ ആര് സെറ്റ് ചെയ്യണം? കറണ്ടിൻ്റെ ഡയറക്ഷൻ സെറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പോയിന്റിൽ ഡി ബി ആണ് വേണ്ടത് അല്ലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഇവിടെ എങ്ങനെ പിടിക്കും, എന്നിട്ട് എന്ത് ചെയ്യും? ഇങ്ങോട്ട് കേളിയും, ഇങ്ങനെ കേളുക. ഈ പോയിന്റ് എത്തുന്ന സമയത്ത് എങ്ങോട്ടാ പോവുക? താഴത്തേക്ക് പോകും, ഇങ്ങോട്ടാണ് വരിക. ഒന്നുകൂടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ട് അല്ലേ? തമ്പ് പിന്നെ ഫിംഗേഴ്സ് കേൾ ഇങ്ങോട്ട്. അപ്പോൾ ഈ പോയിന്റിൽ എന്താണ് വേണ്ടത്? ഡി ബി ആണ് വേണ്ടത്, ഡി ബിയുടെ ഡയറക്ഷൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം? പതുക്കെ ഫിംഗേഴ്സ് ഇങ്ങനെ കേളത് ഈ പോയിന്റിൽ എത്തുമ്പോൾ നേരെ താഴത്തേക്കാണ്. ഇനി ഇവിടുത്തെ ഡി ബി നോക്കൂ, ഇവിടുത്തെ ഡി ബി ഈ ഡി എൽ കാരണം അപ്പോൾ നമ്മൾ ഇങ്ങനെ പിടിക്കണം, കറണ്ട് പുറത്തേക്കാണ് അവിടെ അല്ലേ? അപ്പോൾ ഈ പോയിന്റാണ് വേണ്ടത്. അപ്പോൾ ഞാൻ വീണ്ടും എന്ത് ചെയ്യും? ഫിംഗേഴ്സ് കേളത് ഈ പോയിന്റ് മുകളിലേക്കായിരിക്കും. അപ്പോൾ ഇവിടെ ഡി ബിൻ്റെ ഡയറക്ഷൻ താഴത്തേക്കായിരിക്കും, ഇങ്ങനെയായിരിക്കും ഡി ബി. ഓക്കെ അല്ലേ? അതേപോലെ തന്നെ ഈ ഡി എല്ലിൻ്റെ ഡി ബിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും, ഈ ഡി എല്ലിൻ്റെ ഡി ബിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും ഡി ബി. റെഡി അല്ലേ? ഇനി ഈ ഡി എല്ലും ഈ ഡി ബിയും ഉണ്ടാക്കുന്ന ആംഗിൾ എന്തായിരിക്കും? 90 എന്ന് ഞാൻ പറയും. അതെങ്ങനെയാണ് 90 വന്നത്? അത് നിങ്ങൾക്ക് 90 എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കത്തൂല, പക്ഷെ അത് 90 ആണ്. ഈ ഡി എല്ലും അല്ല ഈ ആറും ഈ ഡി ബിൻ്റെ ഡയറക്ഷനും നോക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ എത്രയായിരിക്കണം? 90 ആയിരിക്കണം. അതെങ്ങനെ വന്നു? അത് കാണിച്ചു തരാം ഞാൻ. വീണ്ടും ഞാൻ എടുക്കുകയാണ്. ഇതാണ് നമ്മുടെ സാധനം. ഈ ഡയറക്ഷനിലാണ് എന്തുള്ളത്? നമ്മുടെ ഒരു പെൻ കൂടെ വേണം, എല്ലാം കൂടെ കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇതാണ് നമ്മുടെ എന്ത്? ഡി എൽ. ഇതാണ് നമ്മുടെ എന്ത്? ആറ് അല്ലേ? ഞാനൊന്നുകൂടെ എടുക്കുകയാണ്, ഹോൾഡ് ചെയ്യാൻ കുറച്ച് പാടുണ്ട്. ഇതാണ് ഡി എൽ, ഇതാണ് ആറ് അല്ലേ? ഇതല്ലേ ഡി ബി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? 90 അല്ലേ? ഇത് ഡി എൽ, ഇത് ആറ്. ഞാൻ പറഞ്ഞ താഴത്തേക്കാണെന്നുള്ളത്. ഇങ്ങനെയല്ലേ വരിക? ഡി ബി അല്ല, ഡി ബിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഈ ആറും ഡി ബിയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് തന്നെയാണ് താഴത്തുള്ളതിന് സംഭവിക്കുക. മുകളിലേക്ക് ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര? ഈ ഡി എല്ലും ആറും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? അതും 90 ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്ത് അത് കാണിച്ചു തന്നത്. ഓക്കെ, അപ്പോൾ നോക്കൂ, ഈ ഡയറക്ഷൻ നോക്കിയപ്പോൾ ആറും ഡി ബിയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയെന്ന് മനസ്സിലായി? 90. അപ്പോൾ ഈ ആംഗിൾ എത്രയാണ്? 90 ആണ്. റെഡി അല്ലേ? സെറ്റ് അല്ലേ?
ഇനി നോക്കൂ, ഈ ആംഗിൾ എത്രയായിരിക്കും? ഇപ്പോൾ ഞാനിവിടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യിപ്പിച്ചിട്ട് എങ്ങനെ ഒന്ന് വരയ്ക്കുകയാണ് ഒരു ലൈന്. റിസോൾവ് ചെയ്യണമെങ്കിൽ ആക്സ് വേണം. ഇതെങ്ങനെ ഇങ്ങനെ ഒരു ആക്സ് വരയ്ക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ അല്ലേ? ഈ ടോട്ടൽ ആംഗിൾ 90 അല്ലേ? എന്നുവെച്ചാൽ ഇത് ആ എക്സും ഈ വരച്ച ആക്സിസ് ടോട്ടൽ ആംഗിൾ 90 അല്ലേ? ഇത് തീറ്റ, ഇതും തീറ്റ. ഇത് 90 ആണെന്ന് ഓർത്തിരുന്നോ? ഇത് എത്രയാണ്? 90. ഞാൻ ചോദിച്ചത് ഇത് എത്രയെന്നുള്ളതാണ്. ഈ ചെറിയ ആംഗിൾ, ഈ ആംഗിൾ 90 ആണെന്ന് ഓർത്തിരിക്കാൻ നമുക്ക് ആവശ്യമുണ്ട്. ഞാൻ ചോദിച്ചത് എന്താണ്? ഇതാണ് നമ്മുടെ R, ഇതാണ് നമ്മുടെ DB, ഇതാണ് നമ്മുടെ 90 ഡിഗ്രി അല്ലേ? ആറും DB ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി. ഇത് തീറ്റ, ഇത് തീറ്റ. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇത്രയും ആംഗിൾ 90 അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് തീറ്റ, ഇത് തീറ്റ, 2 തീറ്റയാവും. അപ്പോൾ ഈ ടോട്ടൽ ആംഗിൾ 90 ഡിഗ്രി, ഇത് തീറ്റ, ഇത് 2 തീറ്റ. അപ്പോൾ ഇത് എത്ര വരിക? 90 മൈനസ് 2 തീറ്റ. ക്ലിയർ അല്ലേ? അതേപോലെ തന്നെ ഇവിടെ നമ്മൾ എടുക്കുമ്പോഴും എന്താ വരിക? 90 മൈനസ് 2 തീറ്റ. അപ്പോൾ ഞാൻ തൽക്കാലം എന്ത് ചെയ്യുക? താഴെ മാത്രം ചെയ്യണം. ആ താഴെയുള്ള സാധനം മുകളിൽ അപ്ലിക്കബിൾ ആണെന്ന് വിചാരിച്ചോളാം. ഓക്കെ അല്ലേ? ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ ആംഗിൾ എത്രയാണ്? അതാണ് വേണ്ടത്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ വലിയ ആംഗിൾ 90 ഡിഗ്രിയാണ്. ഈ ആംഗിൾ 90 ആണ് അല്ലേ? ഇത് തീറ്റ, ഇത് 90 മൈനസ് 2 തീറ്റ. ഇത് ഏതാണ് ആംഗിൾ എന്നാണ് ഞാൻ ചോദിച്ചത്. അതെനിക്ക് ആവശ്യമുണ്ട്. റിസോൾവ് ചെയ്യണമെങ്കിൽ ഈ ആംഗിൾ വേണം. അപ്പോൾ തൽക്കാലം ഇത് ഞാൻ എക്സ് എന്ന് വിളിക്കാൻ ചോദിച്ചു. ഈ ആംഗിളാണ് വേണ്ടത്, എക്സ്. അപ്പോൾ ടോട്ടൽ ആംഗിൾ എത്രയാണ്? ഈ ആംഗിൾ ഇവിടെ ഉണ്ടാക്കുന്ന 90 അല്ലേ? ഇത് തീറ്റ, ഇത് 90 മൈനസ് 2 തീറ്റ. ഇതാണ് നമുക്ക് വേണ്ട എക്സ്. അപ്പോൾ ഞാൻ ചുമ്മാ എന്ത് ചെയ്യുക? 90 ഈസ് ഈക്വൽ ടു ടോട്ടൽ 90 തീറ്റ പ്ലസ് 90 മൈനസ് 2 തീറ്റ പ്ലസ് എക്സ് എന്ന് എഴുതി കൂടെ. കാരണം ടോട്ടൽ ആംഗിൾ 90 ഡിഗ്രി. ഇത് തീറ്റ, ഇത് തീറ്റ, ഇത് എക്സ്. ഇത് മൂന്നും കൂടെ 4 കൂടെ തീറ്റ 90 മൈനസ് 2 തീറ്റ. ഇത് തീറ്റ, ഇത് 90 മൈനസ് 2 തീറ്റ, ഇത് എക്സ്. അപ്പോൾ ഇത് മൂന്നും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് 90 ആണ് കിട്ടുക. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സ് എത്രയാണെന്ന് പറയാം. അപ്പോൾ നമുക്ക് ഈ 90 പോയിട്ട് അപ്പുറത്ത് പുറത്തുമാണ്. തീറ്റ മൈനസ് 2 തീറ്റ എത്രയാണ്? മൈനസ് തീറ്റ. അപ്പോൾ 0 ഈക്വൽ ടു മൈനസ് 2 തീറ്റ പ്ലസ് മൈനസ് തീറ്റ, തീറ്റ മൈനസ് 2 തീറ്റ മൈനസ് തീറ്റ പ്ലസ് എക്സ്. ഞാൻ തീറ്റനെ കൊണ്ടുവരാം. അപ്പോൾ എന്താ പറയുക? എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് തീറ്റ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ എക്സ് എത്രയാണ്? തീറ്റ. ക്ലിയർ അല്ലേ? അത് തീറ്റ ആണെങ്കിൽ ഇതും എന്തോ തീറ്റ ആയിരിക്കും. റെഡി അല്ലേ? സെറ്റ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? അത് ഒന്ന് റീഡ്രോ ചെയ്യാണ്. കാരണം കുറച്ചൊരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഈ ഫിഗർ മാത്രം ഒന്ന് റീഡ്രോ ചെയ്യണം അപ്പുറത്ത്. ഇങ്ങനെ നോക്കൂ, ഇതാണ് നമ്മുടെ എന്ത്? ഈ എക്സ്, ഇത് DB, ഈ DB, ഇത് ഈ DB. ഈ ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ചു, തീറ്റ. തീറ്റ സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഇനി നമ്മളൊന്ന് റിസോൾവ് ചെയ്യണം. ഇതൊരു ആക്സ് ആക്കി എടുത്തോ, ഇതൊരു വെക്ടറാണ്. ഇതൊരു ആക്സ് ആക്കി എടുത്തോ, ഇതൊരു വെക്ടറാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇത് ആക്സ് ആക്കി എടുത്ത് ഇത് വെക്ടറാണ്. ഇത് തീറ്റയോട് ചേർന്ന് കിടക്കുന്ന സൈഡ് എപ്പോഴും കോസ് തീറ്റ ആയിരിക്കും. DB കോസ് തീറ്റ ആയിരിക്കും. DB ഇൻറ്റു കോസ് തീറ്റ. അപ്പോൾ എത്ര വരിക? DB കോസ് തീറ്റ അല്ലേ? അതേപോലെ ഇങ്ങോട്ടുള്ള ആംഗിൾ ഇത് എത്രയായിരിക്കും? റിസോൾവ് ചെയ്യുമ്പോൾ കിട്ടുക ഇത് DB സൈൻ തീറ്റ. ഏതേ സൈഡാണ്. ഇനി ഇത് ആക്സ് ആക്കി എടുത്തോ, ഇത് വെക്ടർ ആക്കി എടുത്തോ. ഇത് തീറ്റ ആണെങ്കിൽ ഇത് ക്ലോസ് സൈഡ് ഇതാണ്. അപ്പോൾ ഇതെന്താ വരിക? DB കോസ് തീറ്റ. ഇതെന്താ വരിക? DB സൈൻ തീറ്റ. ഇനി ഇവിടെ DB കോസ് തീറ്റ നോക്കൂ, താഴേക്കും മുകളിലേക്കുമാണ്, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. കാരണം ഈ DBയുടെ കോമ്പോണൻറ്റ് DB കോസ് തീറ്റയും DB സൈൻ തീറ്റയും, അതേപോലെ ഈ DBയുടെ കോമ്പോണൻറ്റ് DB കോസ് തീറ്റയും DB സൈൻ തീറ്റയും. അപ്പോൾ ഈ മുകളിലത്തെ DBയുടെ കോമ്പോണൻറ്റ് DB കോസ് തീറ്റയും താഴത്തെ DBയുടെ കോമ്പോണൻറ്റ് DB കോസ് സെയിം ആണ്. അപ്പോൾ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്, ക്യാൻസൽ ആയി പോയി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന DB നെറ്റ്, കാരണം ഈ DL കാരണം ഉണ്ടാകുന്ന DBയും ഈ DL കാരണം ഉണ്ടാകുന്ന DBയും കൂടെ തമ്മിലുള്ള നെറ്റ്, അതാണ് നമ്മുടെ എന്ത്? ഈ DB സൈൻ തീറ്റ രണ്ടെണ്ണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ വെറും DB അല്ല ഉണ്ടാവുക, എന്താണ്? 2 DB സൈൻ തീറ്റ ഉണ്ടാവുക. അപ്പോൾ ഞാനിവിടെ എഴുതുന്ന സമയത്ത് ഇങ്ങനെ എഴുതണം, DB നെറ്റ് എന്ന് എഴുതണം. കാരണം നമ്മൾ ഒരു DB നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, അതാണിത്. പക്ഷെ ആ DB നമുക്ക് പോരാ. കാരണം 2 DL ഉണ്ടായതുകൊണ്ട് എന്ത് സംഭവിക്കും? ആ 2 DLന്റെയും DBയുടെ വെക്ടർ ആയിരിക്കും. വെക്ടർ നമ്മൾ റിസോൾവ് ചെയ്തു, വെക്ടർ ആയതുകൊണ്ട്. അപ്പോൾ ഇവിടെ 2 DB വരും. അപ്പോൾ DB നെറ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യുക? ഇവിടെ 2 DBയും കൂടെ ചേർന്നിട്ടുള്ള കിട്ടുക. അപ്പോൾ ഇത് DB നെറ്റ് ആയിരിക്കും. ഇത് 2 DB സൈൻ തീറ്റ ആയിരിക്കും. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ടത് B ആണ്. അപ്പോൾ B കിട്ടണമെങ്കിൽ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ B നെറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 2 DB സൈൻ തീറ്റ എന്ന് എഴുതേണ്ടി വരും.
ആ ഡി ബി നമുക്ക് ഇവിടുന്ന് കിട്ടും. ഇതാണ് ഡി ബി μ0/4π ഐഡിയൽ സൈൻ തീറ്റ. സൈൻ തീറ്റ എന്താണ്? സൈൻ തീറ്റ എന്ന് പറഞ്ഞതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലേ. അപ്പോൾ സൈൻ തീറ്റ എന്താ വരിക? സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ എന്താ വരിക? r/r. ഓക്കെ അല്ലേ? അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ബി നെറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 2 ഡി ബിക്ക് പകരം ഇത് കൊടുക്കുക μ0/4π ഐഡിയൽ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു സൈൻ തീറ്റ എന്താണ്? r/r ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് r/r. ഇനി ഇവിടെ കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ 2നെ ഞാൻ തൽക്കാലം അവിടെ നിർത്തുകയാണ്. μ0/4π i r സ്ക്വയർ r ഇത്രയും സാധനങ്ങൾ കോൺസ്റ്റൻസ് ആണ്. ഇതൊക്കെ നമ്മൾ ഡിസ്റ്റൻസ് ആണ്, r പിന്നെ ഇത് റേഡിയസ് ആണ്, i കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അതൊക്കെ അങ്ങ് പുറത്തെടുക്കുക. ആ 2നെ മാത്രം അവിടെ നിർത്തിയിട്ട്. അപ്പോൾ ബി നെറ്റ് ഈസ് ഈക്വൽ ടു μ0/4π i ഈ r സ്ക്വയറും ആറും ചേർന്ന് കഴിഞ്ഞാൽ r³ r ഇൻറ്റു ഇൻ്റഗ്രൽ 2dl. ഇനി ഇതൊന്ന് ശ്രദ്ധിക്കണം. ഇവിടെ ശരിക്ക് 2dl എന്ന് വരുന്നത് ഈ 2db സൈൻ തീറ്റയുടെ ഈ 2 ആണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ഇൻ്റഗ്രേഷൻ നമ്മൾ ഫുള്ള് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഈ 2 നമുക്ക് ഒഴിവാക്കാം. അതെന്തുകൊണ്ടാണെന്ന് വ്യക്തമാവണം, അത് മനസ്സിലാക്കണം. ഞാൻ നിങ്ങളോട് പറയാണ്, നമുക്ക് ഇത് റിസോൾവ് ചെയ്തപ്പോൾ കിട്ടിയതാണ് 2db സൈൻ തീറ്റ. അപ്പോൾ ആ 2 അപ്പോൾ ആ റിസോൾവ് ചെയ്തതിന് ആ 2 ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ എത്തിയപ്പോൾ ഈ 2dl വന്നു. അപ്പോൾ നമുക്ക് വേണ്ടത് പിന്നെ ഈ 2നെ അല്ലെങ്കിൽ 2dlനെ റിസോൾവ് അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ 2dlനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഇൻ്റഗ്രേഷൻ്റെ സ്ഥലത്ത് ഈ 2dl ചെയ്യേണ്ട ആവശ്യമില്ല. പകരം ആ 2നെ അങ്ങ് ഒഴിവാക്കാം. അപ്പോൾ ഇവിടെ 2 ഒഴിവാക്കാം, ഇവിടെ 2 ഒഴിവാക്കാം, ഇവിടെ 2 ഒഴിവാക്കാം, ഇവിടെയും 2 ഒഴിവാക്കാം. അത് എന്തുകൊണ്ടാണ് 2നെ ഒഴിവാക്കുക എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ കാരണം എന്താണെന്നുള്ളത്. ഇപ്പോൾ നോക്കൂ, ഇതാണ് നമ്മുടെ വയറ്. അപ്പോൾ ഇവിടെ dl ഉണ്ട് അല്ലേ? ഈ dl ഇവിടെ എടുക്കുന്ന സമയത്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള താഴെയും ഒരു dl ഉണ്ട് അല്ലേ? അപ്പോൾ ഞാൻ ഇൻ്റഗ്രൽ 2dl അവിടെ നമ്മൾ എഴുതിയതുപോലെ ചെയ്യുകയാണെങ്കിൽ ഈ ഇൻ്റഗ്രേഷൻ പകുതി ചെയ്യുമ്പോഴേക്കും, കാരണം ഒരു dl ഇവിടെ എടുക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു dl ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ എടുക്കുന്ന സമയത്ത് dl എടുക്കുമ്പോൾ ഇവിടെ ഉണ്ടാവും, ഇവിടെ എടുക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടാവും, ഇവിടെ എടുക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടാവും, ഇവിടെ എടുക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടാവും. എന്ന് വെച്ചാൽ ഞാനൊരു പകുതി ഇൻ്റഗ്രേഷൻ ചെയ്യുന്ന സമയത്ത് ഇത് ഫുൾ ഇൻ്റഗ്രേഷൻ ആവും. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? കാരണം ഇൻ്റഗ്രൽ 2dl എന്ന് പറഞ്ഞാൽ ഇത് പകുതിയുടെ ഇൻ്റഗ്രേഷനാണ്. കാരണം ഒരു dl അവിടെ ഉണ്ടാവുന്ന സമയത്ത് തന്നെ എന്തുണ്ടാവും? മറ്റൊരു dl അവിടെ ഉണ്ടാവും. 100% ഉറപ്പായിട്ടും അവിടെ ഉണ്ടാവും. അപ്പോൾ ഇൻ്റഗ്രൽ 2dl ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതിനെ പകുതി ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് ടോട്ടൽ ഇൻ്റഗ്രേഷൻ്റെ സമമായി. പക്ഷേ ഇവിടെ ഞാൻ 2 ഒഴിവാക്കുകയാണ് എന്ന് വിചാരിക്കുക. 2 ഒഴിവാക്കുകയാണെങ്കിൽ ഇത് കംപ്ലീറ്റ് ഇൻ്റഗ്രേഷനും ചെയ്യണം. ഐഡിയ മനസ്സിലായില്ല? കാരണം ഒരു dl മാത്രമേ നമ്മൾ എടുക്കണുള്ളൂ. അതാണ് അവിടെ മനസ്സിലാക്കേണ്ട ഒരു ഐഡിയ. സോ അവിടെ ഞാൻ എന്ത് ഒഴിവാക്കി? 2 അങ്ങ് ഒഴിവാക്കി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇൻ്റഗ്രൽ dl എന്താണ്? ഇൻ്റഗ്രൽ dl ഈ ചെറിയ കഷ്ണത്തിൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോട്ടൽ സർക്കംഫറൻസ് ഓഫ് ദി ലൂപ്പാണ്. അപ്പോൾ അത് എത്ര വരിക? 2πr ആണ്. റേഡിയസ് r ആയതുകൊണ്ട്. അപ്പോൾ ഇൻ്റഗ്രൽ dl എന്താണ്? 2πr ആണ്. എന്താണ്? സർക്കംഫറൻസ് ഓഫ് ലൂപ്പ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇൻ്റഗ്രൽ dlന്റെ വാല്യൂ കിട്ടി എത്രയാണ്? 2πr. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്താ വരിക? ബി നെറ്റ് ഈസ് ഈക്വൽ ടു μ0/4π IR ഡിവൈഡഡ് ബൈ r³ ഇൻ്റഗ്രൽ ചെയ്ത് കഴിഞ്ഞാൽ 2πr. ഓക്കെ അല്ലേ? റെഡി അല്ലേ? ഈ പൈയും ക്യാൻസൽ ചെയ്യാം. സെറ്റ് അല്ലേ? പിന്നെ ഈ 2ഉം ഈ 4ഉം ക്യാൻസൽ ചെയ്യാൻ 2. അപ്പോൾ ഇവിടെ ബാക്കി ഉണ്ടാവും എന്താ? r² r³ ഉണ്ടാവും. പിന്നെ μ0/2 ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വരും. ഇവിടെ ഞാനിങ്ങനെ ആക്കുകയാണ്. എന്താ വരിക? ബി നെറ്റ് ഈസ് ഈക്വൽ ടു μ0I r² ഡിവൈഡഡ് ബൈ 2r³ വരും. r എന്ന് പറഞ്ഞാൽ സ്മോൾ r എന്ന് പറഞ്ഞാൽ ഇതാണ്. നമുക്ക് ഇതും അറിയാമെങ്കിൽ ഇവിടെ പൈതഗോറസ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്ത് പിടിക്കാം? ഈ r കണ്ടെത്താൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് പൈതഗോറസ് അപ്ലൈ ചെയ്യാണ്. പൈതഗോറസ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതേ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇതേ സ്ക്വയർ പ്ലസ് ഇതേ സ്ക്വയർ ആണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ഇതേ സ്ക്വയർ പ്ലസ് ഇതേ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് അവിടെ r കിട്ടി. r ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്താ വരിക? r²
പ്ലസ് എക്സ് സ്ക്വയറിൽ തിരിച്ചെഴുതാം. എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ, എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വന്നു? ബി നെറ്റ് ഈസ് ഈക്വൽ ടു മ്യൂ സീറോ ഐ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഹോൾ ക്യൂബ്. ഓക്കെ അല്ലേ? ഇനി ഇത് റൂട്ട് എക്സ് അല്ലേ, റൂട്ടല്ലേ, റൂട്ടിൻ്റെ ക്യൂബ് അല്ലേ. അപ്പോൾ ഞാനിതിന് മൊത്തമായിട്ട് എക്സ് ആയിട്ട് വിളിക്കുന്നത് ഇങ്ങനെ വരിക, റൂട്ട് എക്സ് ഹോൾ ക്യൂബ് എന്ന് വരും. ഈ റൂട്ട് എക്സ് ഹോൾ ക്യൂബ് എന്താ? റൂട്ട് എക്സ് ആണ് എക്സ് റേസ് ടു ഹാഫ്. അപ്പോൾ എക്സ് റേസ് ടു ഹാഫ് ഹോൾ റേസ് ടു 3 എന്ന് വരിക. അത് എത്ര വരിക? എക്സ് റേസ് ടു 3/2 എന്ന് വരിക. എക്സ് റേസ് ടു 3/2. അപ്പോൾ ഇത് എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഹോൾ റേസ് ടു 3/2 എന്ന് വരിക. അപ്പോൾ ബി നെറ്റ് ഈസ് ഈക്വൽ ടു എന്താ വരിക? മ്യൂ സീറോ ഐ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഹോൾ റേസ് ടു 3/2. ഇതാണ് നമ്മുടെ എന്ത്? നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഇവിടുത്തെ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷനാണ് മ്യൂ സീറോ ഐ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2x സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഹോൾ റേസ് ടു 3/2. അതാണ് അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ്. ഇനി നിങ്ങൾക്ക് ചോദിക്കാം, ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാവും എന്നുള്ളത്. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ മനസ്സിലാവും, കാരണം നെറ്റ് ഡി ബി ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അപ്പോൾ അതും കൂടെ ഞാൻ എഴുതിക്കഴിഞ്ഞൂടെ. ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ടുവേർഡ്സ് ദ സർക്കുലർ ലൂപ്പ്. ലൂപ്പിൻ്റെ അടുത്തേക്കായിരിക്കും എന്തിൻ്റെ ഡയറക്ഷൻ വരിക? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ വരിക. സെറ്റ് അല്ലേ? അപ്പോൾ ഒരു സർക്കുലർ കറണ്ട് ക്യാരിയിങ് ലൂപ്പിൻ്റെ പോയിന്റ് പി, എക്സ് അകലത്തിൽ ആക്സിസിൽ ഒരു പോയിന്റ് പി എടുത്താൽ ആ പിയിലെ മാഗ്നറ്റിക് ഫീൽഡാണ് എന്ത്? മ്യൂ സീറോ ഐ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഹോൾ റേസ് ടു 3/2. ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. അതാണ് ഞാനിവിടെ ഇങ്ങനെ കാണിച്ച് ബി ആക്കിയിട്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് ഒന്ന് സൈഡിൽ നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഇവിടെ എഴുതിയത്. അത് നിങ്ങൾ അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക? എഴുതി പോവുക. ഇനി ഒരു കാര്യം കൂടെ ഇവിടെ പറയാനുണ്ട്. നമ്മൾ ഈ സെൻറ്ററിലും കൂടെ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാനുണ്ട്. അത് നിങ്ങൾക്ക് സുഖമായിട്ട് കണ്ടുപിടിക്കാം. ഈ എക്സ് 0 കൊടുത്താൽ മതി. അത് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത സെഷനിൽ പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് നോട്ടിലാക്കി വെക്കുക. ക്ലിയർ അല്ലേ? ഇതാണ് നിങ്ങളുടെ ഡെറിവേഷൻ. 3 മാർക്ക് 4 മാർക്ക് സെഷനിൽ എന്തായാലും ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ഓക്കെ അല്ലേ? സെറ്റല്ലേ? ഇനി അതിലൊരു ചെറിയ കാര്യം കൂടെ പറയാണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് അത് സെന്റർ ഓഫ് ദി സർക്കുലർ കറണ്ട് ക്യാരിയിങ് ലൂപ്പ്. സെന്ററിൽ എത്രയാണെന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ സർക്കുലർ കറണ്ട് ക്യാരിയിങ് ലൂപ്പ്. ഇതിന്റെ സെന്ററിൽ എത്രയാണെന്നുള്ളത് നമ്മൾ ഇവിടെ ഒരു പോയിന്റ് എടുത്തിട്ട് എക്സ് അകലത്തിൽ ഒരു പോയിന്റ് എടുത്തിട്ടാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അതിന്റെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? ബി ആക്സിസ് ആണ് അത്. ഇറ്റ് ഈസ് ഈക്വൽ ടു മ്യൂ സീറോ ഐ ആർ സ്ക്വയർ ഇൻറ്റു 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഹോൾ റേസ് ടു 3/2 എന്നാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇവിടെ സെൻട്രൽ എടുക്കുന്ന സമയത്ത് എക്സ് 0 ആവും. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ ആവും? ബി ആക്സിസ് ഈക്വൽ ടു മ്യൂ സീറോ ഐ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഇത് 0 ആവും. 0 പ്ലസ് ആർ സ്ക്വയർ ഹോൾ റേസ് ടു 3/2 എന്ന് വരും. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? വിച്ച് ഈസ് ഈക്വൽ ടു മ്യൂ സീറോ ഐ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ആർ സ്ക്വയർ ഹോൾ റേസ് ടു 3/2 എന്ന് വരും. ഈ പവറിൻ്റെ പവറാണ്. അപ്പോൾ ഇതും വെട്ടിക്കളയാം. അപ്പോൾ ഇങ്ങനെ വരും മ്യൂ സീറോ ഐ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ആർ ക്യൂബ് എന്ന് വരും. ഈ ആർ സ്ക്വയറും ആർ ക്യൂബും തമ്മിൽ വെട്ടാൻ ഒരു 6 ബാക്കി ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ബി ആക്സിസ് കിട്ടി. ബി ആക്സിസ് ഇസ് ഈക്വൽ ടു മ്യൂ സീറോ ഐ ഡിവൈഡഡ് ബൈ 2r. ഇതാണ് ആക്സിസിലല്ല, ബി ആക്സിസ് അല്ല, ബി സെൻറ്റർ. സെൻറ്റർ ഇവിടെ സെൻറ്ററാണ്, ആക്സിസ് അല്ല, സെൻറ്റർ. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി ഇത് ഒരു ലൂപ്പിൻ്റെയാണ്. n ലൂപ്പുകൾ ഉണ്ടെങ്കിലോ? ഫോർ n ലൂപ്പ് എന്താ സംഭവിക്കുക? ബി ഈക്വൽ ടു n മ്യൂ സീറോ ഐ ഡിവൈഡഡ് ബൈ 2r. എന്നും കൂടെ വരും. അപ്പോൾ ഇതാണെന്ത്? നമ്മുടെ n ലൂപ്പുകൾ ഉണ്ടെങ്കിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ്. സോ ഈ രണ്ട് ഇക്വേഷനും ഒന്ന് ഓർത്തിരിക്കുക. ഇത് ചിലപ്പം പ്രോബ്ലം ചോദിക്കാറുണ്ട് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം? PYQ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഒക്കെ എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗത്തോടു കൂടെ ഞാൻ എന്ത് ചെയ്യാണ്? ഇന്നത്തെ ഈ ഒരു ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. കാരണം ഇത് അത്യാവശ്യം നല്ല ലെങ്തി ആണ്. കാരണം ആ ഒരു സർക്കുലർ കറണ്ട് ക്യാരിങ് ലൂപ്പിൻ്റെ ആ ഒരു ഡെറിവേഷൻ തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ കൺസെപ്റ്റ് കുറേ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഒരുപാട് ടൈം വേണ്ടി വരും. 30 മിനിറ്റ് ക്രോസ് ആവാം എന്തായാലും.
ഓക്കെ, അപ്പോൾ എന്തായാലും നോട്ടൊക്കെ എഴുതുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, നന്നായിട്ട് പഠിച്ചുകൊള്ളുക. അപ്പോൾ എക്സാമൊക്കെ ആവാനായി, അപ്പോൾ സെറ്റാക്കുക. അപ്പോൾ ബൈ.